ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക നല്ല തളിർ വെറ്റില നുള്ളി വെള്ളം തളിച്ചു വച്ചേ വെക്കം പുകലെന്ന നാൾ ഞാൻ വെട്ടിയരിഞ്ഞു വച്ചേ. ഇനി നീ എന്റെ അരികിൽ വരും തുളുനാടൻ പൂമ്പട്ടു വീരിച്ചു വച്ചു മണിമാരൻ ഈ രാവിൽ എന്തു പകരം തരും. നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂറും തേച്ചു തരാം. എന്റെ പള്ളിയറയുടെ വാതിൽ നിനക്കു തുറന്നേ തരാം. ദൂരെ കിഴക്കുതിക്കിൽ മാണിക്യ ചെമ്പഴുക്ക ഞാൻ ഇന്നെടുത്തു വച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ. എന്താണ് പരിപാടി? നേരത്തെ ഉള്ള ആളല്ല അല്ലേ? അല്ല, വ്യത്യാസം വന്നില്ല. എന്താണ് വ്യത്യാസം? ഒത്തിരി പേര് അറിഞ്ഞു, ഒത്തിരി പേര് വിളിച്ചു. ചെറുതായെങ്കിലും പാടുന്നൊക്കെ ഉള്ളത് കുറെ പേര് അറിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പാടുന്നുണ്ട്. ഒത്തിരി പേര് അറിഞ്ഞു വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ സന്തോഷം. നേരത്തെ നാട്ടില് എന്തായിരുന്നു പാട്ടൊക്കെ സ്ഥിരമായിട്ട്? നാട്ടില് അത്യാവശ്യം പാടും. ക്രിസ്ത്യൻ പള്ളി, അങ്ങനെ പള്ളി പരിപാടി അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും. ഞാൻ അപൂർവമായിട്ട് ഓഫീസിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒന്ന് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സിനിമാ പാട്ട് വളരെ അപൂർവമായിട്ടേ പാടിയിട്ടുള്ളൂ. കൂടുതലും ക്രിസ്ത്യൻ ഫീൽഡിലാണ് നിന്നിട്ടുള്ളത്. ദൂരക്കിഴക്ക് പാടണമെന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് വന്നതല്ലേ? അന്ന് അമീർ എന്ന് പറഞ്ഞൊരു സാറും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഡ്യുവറ്റ് പാടാന്ന് പുള്ളി ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോ നമുക്ക് പാടാം. നമ്മൾ കഴിഞ്ഞ വർഷം ഓഫീസിലത്തേക്ക് പാടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത പാട്ടായിരുന്നു. ഇല്ല, അത് അത്ര ഹിറ്റ് അത് മിനിസ്റ്റർ, നമ്മുടെ മിനിസ്റ്ററും ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടെ പാടിയത് കൊണ്ടാണ്. പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്ക് ജോയിൻ ചെയ്യുമായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അത് വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായി. അതെ, എം ജി ശ്രീകുമാർ ഷെയർ ചെയ്തു. അതെ അതെ അതെ. അതെനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ അയച്ചു തന്നു. ഒരു 1-2 കീബോർഡിസ്റ്റ് ഒക്കെ എനിക്ക് അതെടുത്ത് അയച്ചു തന്നായിരുന്നു. ഓഫീസിലൊക്കെ അതിനുശേഷമുള്ള വർക്കിംഗ് സാഹചര്യം ഓഫീസിൽ അത്യാവശ്യം കഴിഞ്ഞ ദിവസം കുറച്ച് മെക്കാനിക്സ് ഒക്കെ വന്ന് എന്റെ അടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. സെൽഫി അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇടാനാണെന്നൊക്കെ പറഞ്ഞു. ടോക്കായി, കുറച്ച് ടോക്കായി. നന്നായിട്ട് പാടുമല്ലേ ഭാര്യ? പാടിത്തരുമോ? സ്ഥിരമായിട്ട് പാടിത്തരുമോ? ഇടയ്ക്ക് അടുക്കളയിൽ പാചകത്തിന് കയറുമ്പോഴും ബാത്റൂം സിംഗറാണ്. അങ്ങനെ സ്ഥിരം എപ്പോഴും പാട്ട് ഇങ്ങനെ എന്തെങ്കിലും മോളിക്കൊണ്ടേയിരിക്കും. അപ്പൊ മന്ത്രിയുടെ പാടിയ ശേഷം എന്താ നാട്ടിലേക്ക് ഒരു വ്യത്യാസം? നാട്ടിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ്. ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞത് എല്ലാവരും. എങ്ങനെയുണ്ട് മോനെ? അമ്മയുടെ ഒരു പെർഫോമൻസ് കണ്ടോ? കൊള്ളാം അല്ലേ? നന്നായിട്ടുണ്ടല്ലേ? ഈ സാധാരണ ഇങ്ങനെ നമ്മള് വീടുകളിൽ പാടുന്നവര് ബാത്റൂം സിംഗേഴ്സ് ഒക്കെ വളരെ പെട്ടെന്നാണ് ഒരുപാട്, പിന്നെ അവര് പിന്നണി ഗായകരൊക്കെ ആയിട്ട് മാറുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ. പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് ഞാൻ BA മ്യൂസിക് ചെയ്തതാണ്. ഞാൻ ചെറുതിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പം ചെറുതിലെ ചർച്ചിൽ ഇങ്ങനെ മ്യൂസിക്കിലൊക്കെ പാടി ട്രാക്കൊക്കെ ഇട്ട് പാടിയപ്പോ ഒത്തിരി പേര് ഇങ്ങനെ പപ്പയുടെ അഭിപ്രായം പറഞ്ഞായിരുന്നു, മോളെ പാട്ട് പഠിപ്പിക്കണം. അങ്ങനെ +2 കഴിഞ്ഞപ്പോഴത്തേക്കും BA മ്യൂസിക്കിന് നേരെ പോവായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയില്ല. കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും പാടാം. കാരണം അത് നമുക്ക് കണ്ടിന്യൂസ് കോളേജിൽ പോയാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബ്രേക്ക് ആയതാണ്. പിന്നീട് അഭിനന്ദനങ്ങളൊക്കെ ഒത്തിരി വന്നു കാണുമല്ലോ? ഒത്തിരി വിളിച്ചു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ടിവിയിലൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ ടിവിയിൽ കണ്ടില്ല. ഞാൻ ഫേസ്ബുക്ക് വഴിയും ഫോണിൽ കൂടെ വന്നതൊക്കെയാണ് ഞാൻ കണ്ടത്. ടിവിയില് വാർത്തയ്ക്കിടയിൽ എങ്ങാണ്ടോ കാണിച്ചെന്നൊക്കെ ചിലര് പറഞ്ഞായിരുന്നു. അങ്ങനെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒത്തിരി ഷെയറിംഗ് ആയിട്ടുണ്ട് എന്തായാലും. ഈ ആളുകളൊക്കെ ഇപ്പം ബസ്സിൽ പോകുമ്പോ ഇതിപ്പം മൂന്നാറിലാണ് ജോലി ചെയ്യുന്നത്. മൂന്നാറിലാ. പുറത്തേക്ക് ധരിച്ചു പോട്ട അവസ്ഥയാണ്. ഞാൻ പൊതുവേ തണുപ്പായതുകൊണ്ട് തലയിലെ മൂടിയാ പോകുന്നേ. അങ്ങനെയാണ് കാര്യം. അവിടുത്തെ സ്റ്റാഫുകൾക്ക് നല്ല സന്തോഷമാണ്. കാരണം അവരുടെ ഡിപ്പോയിൽ ഞാൻ ചെന്നതിന് ശേഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം കൂടെ കിട്ടിയതുകൊണ്ട്
അപ്പൊ അവർക്കും കൂടെ കുറച്ച് സന്തോഷമുണ്ട്. അവരിലൊരാളാണെന്നും കൂടെ പറയാലോ. ഇതുവരെ ചീഫ് ഓഫീസിൽ മാത്രമായിരുന്നു വർക്ക് ചെയ്തോണ്ട്. ചെറിയ കാര്യമല്ല, കാരണം കൂടെ പാടിയത് അതാണ്. സാറ് വലിയ കലാകാരനും വലിയ ഫിലിം സ്റ്റാറും അതിലുപരി ഒരു വലിയ ഒരു നമ്മുടെ ട്രാൻസ്പോർട്ടിന്റെ മിനിസ്റ്ററും കൂടെ ആവുമ്പോൾ അപ്പൊ അത്രയും ഭയങ്കര വലിയതാണ്. സാറ് ഞങ്ങളോട് പാടുകയെന്ന് പറയുന്നത് തന്നെ വലുതാണ്. സാറിപ്പം ഞങ്ങളെ ഓഡിഷൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പെട്ടെന്നൊരു പ്രോഗ്രാം പറയുമ്പോൾ തന്നെ ജീവനക്കാരിലേക്ക് ഇറങ്ങി വന്ന് സാർ അത് ഞങ്ങളുടെ കൂടെ പാടും എന്ന് പറയുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. ആക്ച്വലി വലുതാണ്. ഞാനും എക്സൈറ്റഡ് ആണ്. അതുകൊണ്ട് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ പപ്പയുണ്ട്, 2 മക്കളുണ്ട്. മൂത്താള് 5-ലും രണ്ടാമത്തെ ആള് 1-ലും. നൈറ്റ് യാത്രയാണ്. ഇന്ന് രാവിലെ വന്നതാണ്, ഇന്ന് രാത്രിന് പോവും. സന്തോഷം. സന്തോഷം. ഓക്കെ.